നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തതാണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നോക്കുന്നത്. 10th പ്രിലിംസുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ അടുത്ത ജൂലൈ 18-നാണ് നമ്മുടെ എക്സാം വരുന്നത്. തീർച്ചയായും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. നിങ്ങളിത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്തായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നതെന്നാണ് ആൻസർ വരുന്നത്. ഒന്നാമത്തത് ഓപ്ഷൻ എ തെക്ക് ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? ഓപ്ഷൻ സി 30 ഡിഗ്രി. ഓപ്ഷൻ സി 30 ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ഓപ്ഷൻ ഡി ത്രികോണാകൃതിയാണ്, ത്രികോണം. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഗംഗയാണ്. ഓപ്ഷൻ ഡി ഗംഗ. ആറാമത്തെ ക്വസ്റ്റ്യൻ, മൂത്തോൻ സംവിധാനം ചെയ്തത് ആരാണ്? മൂത്തോൻ സംവിധാനം ചെയ്തത് ഗീതു മോഹൻദാസ്. ഓപ്ഷൻ ബി ഗീതു മോഹൻദാസ് ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത്? 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ സി നിവിൻ പോളിയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, 2020 ഒക്ടോബർ 15 അന്തരിച്ച പ്രശസ്ത കവിയും 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തി ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം ഏതാണ്? ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം ഒരു വെർജീനിയൻ വെയിൽക്കാലം. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പത്താമത്തെ ക്വസ്റ്റ്യൻ, നേപ്പാളിലെ ഓൾഡ് മോങ്ക് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രം, മികച്ച സംവിധാനം എന്നീ പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ. പത്താമത്തേത് വരുന്നത് ഓപ്ഷൻ സി ആണ്, ജലസമാധിയാണ്. നേപ്പാളിലെ ഓൾഡ് മോങ്ക് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രവും മികച്ച സംവിധാനം എന്നീ പുരസ്കാരം നേടിയ മലയാള സിനിമ. 11ാമത്തെ ക്വസ്റ്റ്യൻ, സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം. ഓപ്ഷൻ സി ചില്ലാർ. 12, ഇടിമിന്നലോട് കൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ഉച്ചലിത വൃഷ്ടി. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ്. ഓപ്ഷൻ സി ലൂ ആണ്. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്. 14, ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനമുള്ളത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, 2020 ടൊറന്റോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി. 16ാമത്തെ ആൻസർ പ്രിയങ്ക ചോപ്രയാണ് 2020 ടൊറന്റോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, ജമ്മുവിലെ ചരിത്രപ്രസിദ്ധമായ സിറ്റി ചൗക്കിന്റെ പുതിയ പേരെന്ത്? പുതിയ പേര് എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഭാരത് മാതാ ചൗക്ക്. 18ാമത്തെ ചോദ്യം, ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 18ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ലോസ് ഏഞ്ചൽസിലാണ്.
19 ലോകഭാഷകളെ പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എന്തോലോഗ് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ. ലോകഭാഷകളെ പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എന്തോലോഗ് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷയാണ് ഹിന്ദി. ഓപ്ഷൻ സി ഹിന്ദിയാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, 2020 ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശ രാജ്യത്തലവൻ ആര്? 2020 ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശ രാജ്യത്തലവൻ ആരാണ്? 20ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ്. 21 ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ഓപ്ഷൻ എ ശാന്തിവനം. 22 ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. 23 നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ബംഗാൾ സംസ്ഥാനത്താണ്. 24ാമത്തെ ചോദ്യമാണ് അടുത്തത്. ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തും മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഏതാണ്? ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തും മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഏതാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ് ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി. 26 ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? 26ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് രാഷ്ട്രപതിക്കാണ്. ഓപ്ഷൻ എ രാഷ്ട്രപതിക്ക്. 27 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. 28 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ്? 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ്. 30ാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിനാണ്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. 31ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ആരാണ്? ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ. 32 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് 1858. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ 33 ആണ്. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? 33 ആണ്. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ, ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. 35 ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? അതിൻ്റെയും ആൻസർ രാജാറാം മോഹൻ റോയ് ആണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? മൗലികാവകാശങ്ങളെയാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. 37 ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി മൗലികാവകാശങ്ങളെയാണ്. 38 സമ്മതിദാന അവകാശം വിനിയോഗിക്കൽ ഭരണഘടനയനുസരിച്ച് ഡാഷ് ആണ്. 38 എന്താ പറയുന്നത്? സമ്മതിദാന അവകാശം വിനിയോഗിക്കൽ ഭരണഘടനയനുസരിച്ച് ഡാഷ് ആണ്. എന്താണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്? മൗലികാവകാശമാണ്, മൗലിക സ്വാതന്ത്ര്യമാണ്, നിയമം മൂലം സംബന്ധിതമായ കടമയാണ്. ഓപ്ഷൻ ഡി പറയുന്നത് ഇതൊന്നുമല്ല എന്നാണ്. അപ്പം 38ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, ഇതൊന്നുമല്ല എന്നുള്ളതാണ്. 39
മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 39ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അനുച്ഛേദം 15 ആണ്. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 15. 40 പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ ഡി പാർലമെന്റിനാണ്. പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം പാർലമെന്റിനാണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 41. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏതാണ്? കൈത്തറിയാണ്. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം കൈത്തറിയാണ്. 42 സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? 42 സി കൊച്ചിയിലാണ്. 43 പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? 43 മുതിരപ്പുഴ സിയിലാണ്. ഓപ്ഷൻ സി മുതിരപ്പുഴയിലാണ്. 44 കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം? 44 കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം 1972. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 45 കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണെന്നാണ്? 45ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. തിരുമംഗലം, കൊല്ലം ആണ് 744 ബന്ധിപ്പിക്കുന്നത്. 46 അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ്? 46 വരുന്നത് ബി ആണ്. 1697 47 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണ്? 47ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി അഞ്ചുതെങ്ങാണ്. 48 പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? 48 വരുന്നത് ഓപ്ഷൻ ഡി അഞ്ചരക്കണ്ടി. 49ാമത്തെ ചോദ്യം വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? 49 ഓപ്ഷൻ എ കേണൽ ലീഗർ ആണ്. 50 കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ് എന്നാണ്? ഓപ്ഷൻ എ ആഗമാനന്ദ സ്വാമി. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമി. 51 കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ കർണാടക. 52 കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം? 52 കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം 77 ആണ്. 53ാമത്തെ ചോദ്യം വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ്? വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ്? ഓപ്ഷൻ ബി 40 സെൻറ്റിമീറ്റർ ആണ്. 54 ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? ഓപ്ഷൻ ഡി പർവ്വത മണ്ണാണ്. 55 പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? 55ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി തട്ടേക്കാട്. 56 അക്കാമ ചെറിയാൻ്റെ ജനനം എവിടെയാണ്? ഓപ്ഷൻ ബി കാഞ്ഞിരപ്പള്ളി. 57ാമത്തെ ക്വസ്റ്റ്യൻ ആഗമാനന്ദ സ്വാമി ആദ്യ ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണെന്നാണ്? 57 സി ആണ്. പുതുക്കാട്. 58 അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? 58 എ ഗാന്ധിജിയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. 59ാമത്തെ ക്വസ്റ്റ്യൻ കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം? കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം 59 ഓപ്ഷൻ ബി ആണ് വരുന്നത് തൃശ്ശൂരാണ്. 60 കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏത്? കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏതാണ്? എവിടെയാണ്? ഓപ്ഷൻ സി വെങ്ങാനൂര്. 61 ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? 61ാമത്തെ ചോദ്യം ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ആണ് ഒ ഗ്രൂപ്പാണ്. ഓപ്ഷൻ ബി ആണ്. 62 ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം? ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബെല്ലമാണ്. 63 മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണുള്ളത്? ഓപ്ഷൻ ബി ആണ് 4 തരം പല്ലുകളാണുള്ളത്.
64 ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെടുന്ന ആവരണമാണ് പ്ലൂറ. ഓപ്ഷൻ ബി ആണ് പ്ലൂറ. 65 ഒരു ചലനത്തിന്റെ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? 65 ബി ആണ് എസെൻട്രിക് എന്നാണ്. 66 പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. 67 സെഹത്ത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ്? ഓപ്ഷൻ സി രവിശങ്കർ പ്രസാദ്. 68 ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? 68 ബി ആണ് ആമസോൺ മഴക്കാടുകൾ. 69 ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് 70 ജീവകം കെ ആണ് രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ജീവകം. 71 താഴെ പറയുന്നവയിൽ ഏതിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? പ്രോട്ടിയത്തിന്റെ ന്യൂക്ലിയസിലാണ്. താഴെ പറയുന്നതിൽ ഏതിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? ഓപ്ഷൻ സി പ്രോട്ടിയം. 72 കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. ഓപ്ഷൻ എ 2. അടുത്ത സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിന്റെ പ്രതലം ഡാഷ് എന്താണ്? 73 ബി ആണ് കുറയുന്നു. സോപ്പ് ജലത്തിൽ ഉപയോഗിക്കുമ്പോൾ ജലത്തിന്റെ പ്രതല ബലം കുറയുന്നു. 74 മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ്? ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. 75 സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ സി ഓക്സിജൻ ആണ്. 76 ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏതാണ്? ഊർജത്തിന്റെ CGS യൂണിറ്റ് ആണ് എർഗ്. 77 ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ ഡാഷ് എന്താണ്? 77 ആൻസർ വരുന്നത് കുറവായിരിക്കും. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. 78 ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് എന്താണ്? ഓപ്ഷൻ ബി പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ പിണ്ഡം. 79 ക്വസ്റ്റ്യൻ സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ ഡാഷ് സമയം മതിയാകും? എത്ര സമയം മതിയാകും? 8.2 മിനിറ്റ്. 80 ക്വസ്റ്റ്യൻ സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ. 81 ക്വസ്റ്റ്യൻ 1.72 പകുതിയോട് 0.42 മൂന്നിലൊന്ന് കൂട്ടിയാൽ തുക എത്ര? 81 ഓപ്ഷൻ എ ആണ് 1. അതുപോലെ 82 617 പ്ലസ് 6.017 പ്ലസ് 0.617 പ്ലസ് 6.0017 സമം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 82ന്റെ ആൻസർ വരുന്നത് സി ആണ്. ഓപ്ഷൻ സി 629.6357. അടുത്ത ക്വസ്റ്റ്യൻ 83 1നും 50നും ഇടയിൽ 6 കൊണ്ട് നിശേഷമായിരിക്കാവുന്നതും അക്കങ്ങളുടെ തുക 6 വരുന്നതുമായ എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? 1നും 50നും ഇടയിൽ 6 കൊണ്ട് നിശേഷമായിരിക്കാവുന്നതും അക്കങ്ങളുടെ തുക 6 വരുന്നതുമായ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ്. 83ന്റെ ആൻസർ വരുന്നത് 2 എന്നാണ്. ഓപ്ഷൻ എ 2. 84 താഴെ കൊടുത്തിട്ടുള്ള സംഖ്യകൾ 12ന്റെ ഗുണിതമേത്? ഓപ്ഷൻ എ ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. 63,264 ആണ് അതിൻ്റെ ആൻസർ. 85 താഴെ പറയുന്നതിൽ വലിയ ഭിന്നസംഖ്യ ഏത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 13/12 എന്നുള്ളതാണ് വലിയ ഭിന്നസംഖ്യ. 86 വരുന്നത് 3/4 വലുതും 9/4 ചെറുതുമായ ഭിന്നസംഖ്യ ഏതാണ്? 86 ബി ആണ് 11/6 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 87 ആണ്. അപ്പോൾ 87ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അത് വായിക്കുന്നില്ല. 88ാമത്തെ ക്വസ്റ്റ്യൻ മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്നു ഒരു വാഹനത്തിന് 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ട സമയം എത്രയാണ്? 88 ഓപ്ഷൻ എ 40 മിനിറ്റ് ആണ്. ആദ്യത്തെ 200 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? ആദ്യത്തെ 200 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ഓപ്ഷൻ 100.5. 90
ഒരു വ്യാപാരി റേഡിയോ വാങ്ങിയ വില 3000 രൂപ, 20% കൂട്ടി വിലയിട്ടു. അദ്ദേഹത്തിന് 8% ലാഭം കിട്ടിയാൽ മതി എങ്കിൽ എത്ര ശതമാനം ഡിസ്കൗണ്ട്? 90ാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 10%. അടുത്ത 91, 2, 3, 5, 7 എന്നീ സംഖ്യാശ്രേണിയിലെ അടുത്ത പദം ഏതാണ്? 91 വരുന്നത് ഓപ്ഷൻ ബി ആണ്, 11. 92 വരുന്നത് 2 ഈസ് ഈക്വൽ ടു 0, 3 ഈസ് ഈക്വൽ ടു 3, 4 ഈസ് ഈക്വൽ ടു 6, 5 ഈസ് ഈക്വൽ ടു 9 എന്നാൽ 7 ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 92ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 15. 93 പ്ലസ് ഗുണനത്തെയും മൈനസ് ഹരണത്തെയും ഗുണനം സങ്കലനത്തെയും ഹരണം വ്യവകലനത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ എന്താണ്? ബ്രാക്കറ്റ് ഓഫ് 35 ഇൻറ്റു 20 പ്ലസ് 25 ഹരിക്കണം 15 മൈനസ് 5 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 93ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 110. 94 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 32 ഇൻറ്റു 43 ഈസ് ഈക്വൽ ടു 2334, 47 ഇൻറ്റു 67 ഈസ് ഈക്വൽ ടു 7476 ആയാൽ 13 ഇൻറ്റു 72 എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 94ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 3127. അടുത്ത 95ാമത്തെ ഡാഷ് എന്ന വാക്ക് ഇൻ്റലിജൻസ് എന്ന വാക്കിൽ നിന്ന് സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ താഴെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇൻ്റലിജൻസ് എന്ന വാക്കിൽ നിന്നും സൃഷ്ടിക്കാൻ കഴിയാത്ത വാക്ക് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ക്യാൻസൽ എന്നുള്ളതാണ്. 96 എക്സാമിനേഷൻ ഡാഷുമായി ബന്ധമില്ല. എക്സാമിനേഷൻ ഡാഷുമായി ബന്ധമില്ല, അതിൻ്റെ ഡി ആണ് ആൻസറുമായി വരുന്നത്. ആക്ഷനുമായി ബന്ധമില്ല, ആക്ഷൻ. 97 അച്ഛൻ്റെയും മകൻ്റെയും വയസ്സ് തമ്മിലുള്ള അനുപാതം 5:2. 10 വർഷത്തിന് ശേഷം അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണെങ്കിൽ ഇപ്പോൾ മകൻ്റെ പ്രായം എന്ത് എന്നാണ്. 97ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 20 ഇപ്പോൾ മകൻ്റെ പ്രായം. 98 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നന്ദുവിൻ്റെ റാങ്ക് 20 എങ്കിൽ അവസാന റാങ്കിൽ നിന്നും നന്ദുവിൻ്റെ സ്ഥാനം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 98ാമത്തതിൻ്റെ ആൻസർ വരുന്നത് 31 എന്നാണ്, ഓപ്ഷൻ ഡി 31. 99ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ വ്യത്യസ്തനാരതാണ്? പരുത്തി, കമ്പിളി, ടെർലിൻ, പട്ട് എന്നിവ കൊടുത്തിട്ടുണ്ട്. അതിൽ വ്യത്യസ്തനായത് ആര് എന്ന് ചോദിച്ചാൽ ബി ആണ്, ടെർലിൻ ആണ്. അടുത്ത 100ാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായ പദം. ടോർച്ച്, ബാറ്ററി, ഫോൺ, റേഡിയോ. ഇതിൽ വ്യത്യസ്തനായ പദം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 100ാമത്തതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ബാറ്ററി ആണ്, ബാറ്ററി. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ 10th പ്രിലിംസിൻ്റെ എക്സാം ഹോളിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ മുഴുവൻ ഓരോ ദിവസങ്ങളിലായിട്ട് 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലെ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയായിരിക്കും. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അതുപോലെ ഉപദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കും.